മച്ചന്മാരെ നമ്മൾ മീനടിക്കാനുള്ള കാത്തിരിപ്പിലാണ്. ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ ബെയ്റ്റ് ഇറക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മീനുകളോട് മാറാതെ നിൽക്കുകയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു സൂപ്പർ മീൻ്റെ അടി ഇവിടുന്ന് പ്രതീക്ഷിക്കാം. ബെയ്റ്റ് നമ്മൾ നല്ല തീപ്പൊരു ബെയ്റ്റാണ് സെറ്റാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയ ഹുക്കാണ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും വിചാരിക്കും ചെറിയ ഹുക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള മീൻ കിട്ടില്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല, നമുക്കൊരു അരക്കിലുള്ള മീൻ വരെ ഇത് കിട്ടിയിട്ടുണ്ട്. ചെറിയ ഹുക്കുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല പവർ പിടിക്കുന്ന ഹുക്കുകളാണിത്. പെട്ടെന്നൊന്നും ഒരു മീനും വളച്ച് കളയാവുന്നത് പറ്റത്തില്ല. നമ്മുടെ ബെയ്റ്റിൻ്റെ ഇതുപോലെ ഇരിക്കും. നല്ല ബെയ്റ്റൊക്കെയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ചെറിയ ഹുക്കിട്ടാലും വലിയ ഹുക്കിട്ടാലും ഒക്കെ നല്ല റിസൾട്ടായിരിക്കും. നമ്മൾ ചെറിയ ഇതുപോലെ ഉണ്ടാക്കി ഇട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതി പോൾ റോഡിൽ. പിന്നെ ഇവിടെ ഒഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെയിറ്റൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി സൂക്ഷിച്ച് നമ്മുടെ ഫ്ലോട്ട് നിരീക്ഷിച്ച് നിന്നാൽ മതി. ബാക്കി ഓക്കെ കേസാണ്. ഫ്ലോട്ട് എപ്പോൾ അടിച്ച് താതുന്നോ, മീൻ എപ്പോൾ അടിച്ച് താതുന്നോ അപ്പം തന്നെ ഒരു തീപാറ ഹുക്കപ്പങ്ങ് കൊടുത്ത് അവനെ ചൂടെ ലോക്കാക്കി എടുത്താൽ മതി. അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. എപ്പോൾ ആണെങ്കിലും നമുക്ക് നല്ലൊരു അടി ചൂണ്ടയിൽ പ്രതീക്ഷിക്കാം. അതിന് മീൻ കൊത്തുന്നുണ്ട്. പക്ഷേ ചെറിയ മീനാണ് കൊത്തുന്നത്. ഫ്ലോട്ട് കറക്റ്റായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അടിച്ചു ജസ്റ്റ് മിസ്സ്. നമ്മൾ ഹുക്കപ്പ് ജസ്റ്റ് ഒന്ന് പാളി വലിയൊരു മീൻ കയറി അടിച്ചു, മിസ്സായി. നമ്മൾ ഒട്ടും സമയം കളയരുത്. ഒട്ടും സമയം പാഴാക്കാതെ അവിടെ തന്നെ ബെയ്റ്റ് ഇടുക. എത്രയും പെട്ടെന്ന് തന്നെ ബെയ്റ്റ് ഇടുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ബെയ്റ്റിൻ്റെ സമയം നമ്മൾ ബെയ്റ്റ് ഇടുന്ന സമയം നമ്മൾ കളയരുത്. കാരണം ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ബെയ്റ്റ് വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ മീനവിടെ നിന്ന് മാറത്തില്ല. നമുക്ക് അടുത്ത മീൻ പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ബെയ്റ്റ് അങ്ങോട്ട് വീണുള്ളൂ അപ്പം തന്നെ കൊത്തു തുടങ്ങി. ചെറിയ മീൻ ആദ്യം വന്ന് കൊത്തും, എന്നിട്ട് വലിയ മീൻ വന്ന് ഒരൊറ്റ അടിയും നമ്മുടെ ബെയ്റ്റ് എടുത്തുകൊണ്ട് ഹോടലുമായിരിക്കും. ആ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഹുക്കപ്പ് കൊടുക്കേണ്ടത്. ഹുക്കപ്പിൻ്റെ ടൈമിങ് ഒരു കാരണവശാലും പാടാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു മീൻ ഫ്ലോട്ടിനെ ഒന്ന് വെട്ടിയിട്ട് പോയി. കുറുവയാന്ന് തോന്നുന്നു, എന്തോ കഴിക്കാനുള്ള സാധനമെന്ന് കരുതിയാന്ന് തോന്നുന്നു. ആ കളർ കണ്ടിട്ട് ഫ്ലോട്ടിനെ വന്ന് വെട്ടിയിട്ട് പോയത്. ഉറപ്പായിട്ടും അവൻ അടിയിൽ പോയി ബെയ്റ്റും എടുക്കാതിരിക്കില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നല്ലൊരു മീൻ്റെ അടി എപ്പോൾ വേണമെങ്കിലും ചൂണ്ടയിലുണ്ടാവാം. നമ്മൾ കൊത്തി നിൽക്കുകയാണ് മീൻ. അപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കയറിയിരുന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് ഇടാനുള്ള ശ്രമം നടത്താം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വലിയ മീനുകൾ അല്പം ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ സംശയിച്ച പോലെ തന്നെ സംഭവം വലിയ മീനുകൾ അവിടെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇടുമ്പോൾ തന്നെ കൊത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് 8 അടിയുടെ പോൾ റോഡാണ്. അതുകൊണ്ട് തന്നെ ഹുക്കപ്പ് കൊടുക്കാൻ കുറച്ചും കൂടെ ഈസിയാണ്. ഇതിൻ്റെ അകത്ത് മീൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നൈസായിട്ട് വലിയ മീനാണ് അടിക്കുന്നെങ്കിൽ ഒറ്റ വലിക്ക് കയറ്റാൻ നിൽക്കരുത്. എൻ്റെ വായിൽ നിന്ന് ഹുക്ക് പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സെക്കൻഡും ഫ്ലോട്ട് നിരീക്ഷിച്ച് നിൽക്കുകയാണ്. എപ്പോൾ ആണെങ്കിലും തീപാറ ഹുക്കപ്പ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാം.